പെട്ടെന്നാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇന്ന് ഞാൻ നാട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ലവ് ആനിവേഴ്സറി വരികയാണ്. സോ 7th ലവ് ആനിവേഴ്സറിയാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു സ്പെഷ്യൽ ആക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞങ്ങളിത് പ്രണയിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇതാ 7 വർഷമാവാൻ പോവുകയാണെന്ന് പറയുമ്പോൾ തന്നെ വലിയ ഗ്രാൻഡ് ഒന്നും അല്ലെങ്കിലും ഞാനായിട്ട് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ഏട്ടന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇന്ന് എത്തുന്നുള്ളത്. എനിക്ക് കൃത്യം 12 മണിക്കൊക്കെ പോയി വിഷ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്നാണിത് എന്നാൽ ഇന്ന് നാട്ടിൽ പോവുക ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ സമയം ഏകദേശം 5 മണി ആവാനായിട്ടുണ്ട്. ഒരു 5:30 ആകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുള്ളൂ, എനിക്ക് തിരിച്ച് നാട്ടിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഞാൻ പെടാന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ തീർക്കണം, എന്നാലും നാട്ടിലെത്തുള്ളൂ. അപ്പോൾ നാട്ടിലെത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോ കാണാം. പിന്നെ ഇതായിട്ട് സർപ്രൈസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ ഞാൻ ഇടുകയുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇടില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഏറ്റവും സർപ്രൈസ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ബൈ, ഒന്നും പറയാനില്ല. അപ്പോൾ ഗൈസ് ഞാൻ എല്ലാ പണി തീർത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 5:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുള്ളൂ. അപ്പോൾ ഔട്ട്ഫിറ്റും ഒക്കെ കാണിച്ചു തരുന്നുണ്ട്, പക്ഷെ ടൈമില്ല. അത് പോണ വഴിക്ക് ബാക്കിയുള്ള വീഡിയോസൊക്കെ കിതയ്ക്കുന്നുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ മാസ്ക് ഇടുന്നതുകൊണ്ട് മുഖം കവറാവും, അതുകൊണ്ട് മുഖത്ത് തന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സോ നമുക്ക് പോകാം. അപ്പം ഞാൻ ക്യാമറയിലാണ് ഇപ്പോൾ എൻ്റെ മുഖം സത്യം പറഞ്ഞാൽ കണ്ടത്. അപ്പോൾ മുഖത്ത് ഒന്നും ഇടാനിട്ട് സത്യം പറഞ്ഞാൽ വൈകാത്ത ആൾക്കാരെ പോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇപ്പം ഞാൻ ഓക്കെ. ഇനി ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. ഇപ്പം ഞാൻ നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നാട്ടിലെത്തിയിട്ട് വിളിക്കുമ്പോൾ ബസ്സിലാണ്. ഇപ്പോൾ സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ മെട്രോയിലേക്ക് കയറാൻ പോവുകയാണ്. ബാക്കിയുള്ളത് അപ്പം പറയാം. സത്യം പറഞ്ഞാൽ ഈ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വ്ളോഗ് എടുക്കുക വെച്ചാൽ ഭയങ്കര റിസ്ക്കാണ്. ഇപ്പോഴാണ് മനസ്സിലായത്. ശരി എന്നാൽ ഗൈസ് പോട്ടെ. ഇത്രയും കഥച്ചിട്ടും വീഡിയോ എടുക്കുന്നതിന് ചിലപ്പോൾ ഞാൻ മാത്രമേ ആയിരിക്കില്ലേ. ഫൈനലി മെട്രോയിലെത്തി. ഇനി മെട്രോൻ്റെ വിശേഷം ഗായ്സ്, ഞാനൊരു 5 മണി 5:30 ഇവിടെ നിന്ന് ഇറങ്ങിയാലേ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൃത്യമായിട്ട് എത്തുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും തിരക്കിട്ട് ഓടി പാഞ്ഞിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നത്, വോയിസ് കൊടുക്കുന്നതും. ചില ഭാഗത്ത് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്, വേറെ ഒന്നുകൊണ്ടല്ല, അല്ലെങ്കിൽ ആ വീഡിയോ പ്ലെയിൻ ആയിട്ട് പോകും. പിന്നെ എൻ്റെ വോയിസ് കുറച്ച് ഡള്ളാണെന്ന് എനിക്കറിയാം, വേറെ ഒന്നുകൊണ്ടല്ല. പനിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഓഡിയോ ഒക്കെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ വീഡിയോ ഇന്നൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ലവ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഞാൻ 5 ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് വലിയ വീഡിയോയിലൂടെ കാണാം. ഞാൻ അതുപോലത്തെ ഒരു ഷോപ്പിന് ഏട്ടന് വേണ്ടിയിട്ട് ഒരു പേട വാങ്ങിച്ചിട്ടുണ്ട്. മിക്കവാറും ഞാൻ കഴിക്കലേക്കത്. അപ്പോൾ ആദ്യത്തെ ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. ഫസ്റ്റ് ഗിഫ്റ്റ് പേടയാണ്. അപ്പോൾ ഏട്ടന് ഒരുപാട് ഇഷ്ടമാണ് പേട. അത് നമ്മുടെ നാട്ടിലത്തെക്കാട്ടി ഇഷ്ടം ബാംഗ്ലൂരിലത്തെ പേടയാണ്. അത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ് ഞങ്ങൾക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചവരുണ്ടെങ്കിൽ പറ. അങ്ങനെ ഫൈനലി ട്രെയിനിൽ കയറി. ഇപ്പോഴാണ് ഞാനൊന്ന് ഓക്കെയായത്. ഇത്രയും കിതച്ച് ഓടി വന്നിട്ട് സീറ്റും കൂടി കിട്ടിയിട്ടില്ലെങ്കിലുള്ള ഒരവസ്ഥ. ഞാൻ ഏട്ടന് വാങ്ങിച്ചത് അതിപ്പോൾ തന്നെ പൊട്ടിച്ച് ഞാൻ കഴിക്കാൻ പോവുക. കൊതി മൂത്തിട്ടേ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കഴിച്ചിട്ട് കാണാം. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. ഏട്ടനുള്ളതൊക്കെ എനിക്കും തന്നെയാണല്ലോ. അപ്പോൾ എനിക്കുള്ളത് ഏട്ടനും. അപ്പോൾ രണ്ടാൾക്കുള്ളത് കൂടിയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഞാൻ വേറെ ഒന്നും കഴിക്കാൻ എടുത്തില്ല, അതുകൊണ്ട് ഇത് കഴിക്കാൻ പോവാം. ഇത് കഴിച്ച് വിശപ്പടക്കാൻ പോവുക. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ അത് കഴിക്കുകയാണല്ലോ എന്ന്. അത്രയ്ക്ക് വിശപ്പായിരുന്നു ട്രെയിനിൽ കയറിയപ്പോൾ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇനി ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ട്രെയിൻ എടുക്കാൻ ചാൻസ് കൂടുതലാണ്. സോ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പേട കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു 2-3 എണ്ണം കഴിച്ചു, ബാക്കി അതിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ട്രെയിൻ യാത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സോ ഞാൻ അതുകൊണ്ട് രാവിലെ തന്നെ താഴോട്ട് ഇറങ്ങി നിന്നിട്ടുണ്ട്. വേറെ ഒന്നുകൊണ്ടല്ല, അല്ലെങ്കിൽ തിരക്ക് കൂടും. പിന്നെ ഒരു ശ്വാസം പോലും കിട്ടില്ല, കാരണം ഞാൻ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് വരുന്നത്. എല്ലാവർക്കും അറിയിക്കും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ വരുമ്പോൾ എത്രത്തോളം റിസ്ക് ആണ് നമുക്ക്. കാരണം ചിലപ്പോൾ ചത്തുപോകാൻ വരെ ചാൻസ് കൂടുതലാണ്. അത്രയ്ക്കും തിരക്കായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം തിരക്ക് കുറവാണ്. എന്നാലും ഞാൻ താഴോട്ട് ഇറങ്ങി നിന്നിട്ടുണ്ട്.
താഴോട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് ഇറങ്ങാനേ പറ്റില്ല. ഞാൻ മുകളിൽ കയറിയിട്ടാണ് ഇരിക്കാറ്. അപ്പം ഞാൻ താഴെ ഇറങ്ങി ഇപ്പം നിന്നു രാവിലെ തന്നെ. അതുകൊണ്ട് എനിക്ക് ഇരിക്കാനും ഒരു സ്ഥലം കിട്ടി. പിന്നെ ഇത്രയ്ക്കും കഷ്ടപ്പെട്ട് വരുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതിൻ്റെ ത്രില്ലോ ഹാപ്പിനെസ് ഒക്കെ നമുക്ക് ഉണ്ടാവും. അതുപോലത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കൊടുക്കും, എന്തൊക്കെ വാങ്ങിക്കും, ഏട്ടൻ എങ്ങനെയായിരിക്കും ഇത് സ്വീകരിക്കുക, ഏട്ടന് ഹാപ്പി ഉണ്ടാവുമോ, സർപ്രൈസ് ആവുമോ, ഒരുപാട് ചിന്തകളാണ് എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്. കല്ലായി എത്തി. ഞാൻ സാധാരണ കോഴിക്കോടാണ് ഇറങ്ങാറ്. ആദ്യമായിട്ട് കല്ലായി ഇറങ്ങിയിട്ട് നടന്നു നോക്കണേ. എവിടെ എത്തോ എന്തോ നോക്കാം. കവിത കണ്ടില്ലേ ഇന്നും നിന്നോർമ്മയിലെന്നോ ഉണരുമ്പോ മാഞ്ഞങ്ങ് പോകരുതേ വാർമഴവല്ലേ മല്ലികപ്പൂ മണക്കും മാർഗഴിക്കാറ്റ് നീ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ തേൻ കുയിൽ പാട്ട് വെള്ളിക്കൊലിസിട്ട കാലത്ത് കേൾക്കാൻ കാത്തിരിക്കുന്നെൻ്റെ ഹൃദയം നിനക്കു മാത്രം മാത്രമാ. ഹലോ, അപ്പോൾ ദാ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏട്ടനുള്ളൊരു ഗിഫ്റ്റ് എന്തെങ്കിലും മേടിക്കണമല്ലോ. അപ്പം ഞാൻ വിചാരിക്കുന്ന ഏട്ടൻ എന്തെങ്കിലും ഷർട്ടോ അല്ലെങ്കിൽ ബനിയനോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ പ്രേമിക്കുന്ന സമയത്ത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പൈസയ്ക്ക് ഞാനൊന്നും വാങ്ങിച്ചു കൊടുത്തതെന്ന്. സോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ വാങ്ങിച്ചെടുക്കാൻ പോണത്. എന്താണ് അവിടെ നിന്ന് വാങ്ങിക്കുന്നതെന്ന് ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പം ഞാനിപ്പോൾ റെഡി അതിൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചാൽ എൻ്റെ അനിയന്മാരുടെ ഡ്രസ്സാണ് ഞാൻ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ അനിയന്മാരുടെ ഡ്രസ്സാണ് ഞാൻ പെട്ടിരിക്കുന്നത്. ഒരു കണ്ടില്ലേ. പിന്നെ കൂടെ അനിയനും കൂടി ഉണ്ട്. അവൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണല്ലോ വിചാരിച്ച് ഞാൻ അവനെയും കൂട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി സ്റ്റുഡിയോ പോയിട്ടാണ് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. പോയി നോക്കാം, നല്ലതുണ്ടെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ബൈ, ഇനി അവിടുത്തെ വിശേഷമായിട്ട് കാണാം. എൻ്റെ അനിയൻ വാതിൽ പൂട്ടുന്നു കേട്ടോ. ഞങ്ങൾ ഇപ്പം ഇറങ്ങും, നോക്കിയട്ടെ. ഓ, മുടിയൊക്കെ വെട്ടി നല്ല സ്റ്റൈലായിക്കണേ. എങ്ങനെ സ്റ്റൈൽ ഉണ്ടോ എൻ്റെ അനിയനെ കാണി അല്ലേ? അതാ എൻ്റെ അനിയൻ ഭയങ്കര സ്റ്റൈലായി. ഞങ്ങൾ രണ്ടാളും ഒരേ ഫ്രെയിമിൽ കാണിച്ചു തരാം. കോയിനെ വിളിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ? ഞാൻ എനിക്ക് വിളിക്കാം. വിളിച്ചിട്ടുണ്ടോ? ഇത്ര വിളിച്ചിട്ടുണ്ടാവുന്നു. അപ്പം ഞങ്ങൾ ഇറങ്ങട്ടെ. ബൈ. എത്ര തവണ ഇപ്പം ബൈ പറയണേ? ഓ എന്നാ ശരി. ഒരു ഡ്രസ്സ് മേടിക്കാനുള്ളൊരു കഷ്ടപ്പാട് അല്ലേ പ്രേമം? ഈ വീഡിയോ എന്തായാലും ഏട്ടൻ കാണും. അപ്പം ഏട്ടൻ കാണുമ്പോൾ ഏട്ടൻ മനസ്സിലാക്കണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സർപ്രൈസ് ഒരുക്കുന്നത്. ഓക്കെ ഗൈസ്, ഇത്രയും നേരം ഞാൻ സർപ്രൈസ് പറഞ്ഞിട്ട് ഒരാൾക്ക് മാത്രമേ ഇരുന്നു. അപ്പം ഞാൻ വേറൊരാൾക്കും കൂടി സർപ്രൈസ് കൊടുക്കാൻ പോകും. അപ്പം എൻ്റെ അനിയനെ അറിയാനുള്ള ക്യൂരിയോസിറ്റി കാണിച്ചതാ. ചോദിക്കേ ആരാ പറയാം. വേറെ ആരുമില്ല, ഞാൻ എന്തായാലും ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. അപ്പം എൻ്റെ അനിയൻ അവിടെ നിന്ന് എന്തെങ്കിലും ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓൺ എൻ്റെ വക ഒരു ഡ്രസ്സും കൂടി ഞാൻ മേടിച്ചു. ഓക്കെ, അപ്പം ഞാൻ നോക്കട്ടെ. കൊക്കിട്ട് ഒതുക്കുന്നത് വാങ്ങിക്കണം. അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കും കൂടി ഒരു മോഹം വന്നത്, എനിക്കും കൂടി എടുത്താലോ എന്ന്. പക്ഷെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ അവർക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്ക് രണ്ട് ഡ്രസ്സ് ഇഷ്ടമായി, ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഈ ബനിയൻ ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് എനിക്കിഷ്ടമായത് ഒന്ന് ഇതും, പിന്നെ ഒന്ന് കാണിക്ക്, പിന്നെ ഒന്ന് ഇതും. ഇതിലേത് വേണമെന്ന് അറിയില്ല. പിന്നെ പ്രേമിനെടുത്ത് ഒന്ന് കാണിച്ചു കൊടുക്ക്. ഒന്ന് മേല് വെച്ചിട്ട് നോക്കട്ടെ, കറുത്തിട്ട് പിടിക്ക്. ഇത് അവനിട്ട് നല്ല രസമുണ്ട്. നല്ല കൺഫ്യൂഷൻ ഉണ്ട് ഇതിൽ ഏതെടുക്കണമെന്ന്. എൻ്റെ ഒപ്പീനിയൻ എന്താ? അതാ ഇത് പറയാൻ കാരണം എന്താ അറിയോ? ഓനും ഇതും മാച്ചാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കും. എന്നാൽ പിന്നെ ഇതെടുത്താലോ? ഞാൻ ഇതെടുക്കാൻ വിചാരിക്കുന്നത്. അടുത്ത പ്രാവശ്യം നമുക്കിന്ന് അതെടുക്കാം. ഇവിടെ ഉള്ളതിൽ ബെറ്റർ ഇതാ, കളക്ഷൻസൊക്കെ കുറവാണ്. അപ്പം എനിക്കിതിലിഷ്ടമായത് ഇതാ. എന്നാൽ പിന്നെ ഇതെടുക്കാം അല്ലേ? ഉറപ്പിച്ച്
ഉറപ്പിച്ചു. നോക്കട്ടെ എവിടെ നീ? ആ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇനി ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഡ്രസ്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ആദ്യമായിട്ടേക്ക് റോഡും കൂടെ ഒക്കെ പോകുമ്പോൾ വ്ളോഗ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഗായ്സ് പെട്ടെന്ന് പ്ലാൻ മാറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ടായിപ്പോയി. അപ്പോൾ ഇതാ ഫ്രിഡ്ജിലൊക്കെ ഞാൻ കേക്കൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഏട്ടൻ പുറത്ത് വന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഓൺ വോയിസ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ടൈം ഏകദേശം 8 o'clock ആയിട്ടുണ്ട്. സോ ഞാൻ ഏട്ടനൊന്ന് സർപ്രൈസ് ചെയ്തിട്ട് വരാം. എന്നെ കൊല്ലാതെ തള്ളിപ്പോകാതെ നെഞ്ചേക്കില്ലാതെ കൺമണി ഏനോ സത്യോ ഇന്ന് രാവിലെ ഇവിടെ എത്തി. അല്ല ഇന്നലെ വൈകിട്ടാ വന്നത് ക്ലാസ് കഴിഞ്ഞിട്ട്. സന്തോഷായോ? സന്തോഷായോ? ആരറിയും നമുക്ക് സന്തോഷം തരാൻ വേണ്ടി പാവന്റെ അമ്മ വരെ കള്ളത്തരത്തിന് കൂട്ടുന്നു. സന്തോഷായോ? ഏട്ടൻ ഞാൻ സ്പെഷ്യലായിട്ട് വന്നതൊക്കെ വേണ്ടിട്ട്. ഏട്ടൻ വിചാരിച്ച അച്ഛനാണ്. അങ്ങനെ ഒരു 9 മണി 9:30 ആയപ്പോൾ ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലെത്തി. എത്തിയത് മാത്രമല്ല എനിക്ക് കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ആ അറേഞ്ച് ചെയ്യലായിരുന്നു എൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി. അങ്ങനെ 12 മണി വരെ ഞാൻ ഏട്ടൻ്റെ ഇങ്ങോട്ട് അടുപ്പിച്ചിട്ടേയില്ല. ഏട്ടൻ കുറച്ച് വിട്ടിട്ടും ഞാൻ കുറച്ച് വിട്ടിട്ടായിരുന്നു. എന്നിട്ട് 12 മണിക്ക് ഞാൻ പറഞ്ഞു എൻ്റെ അതൊരു സർപ്രൈസ് ഉണ്ട്, സോ റൂമിലേക്ക് കയറാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഏട്ടൻ അപ്പുറത്തെ റൂമിൽ വെയിറ്റ് ചെയ്തിരുന്നു. സോ 12 മണി ആയി. അതുകൊണ്ട് ഞാൻ ഏട്ടനെ വിളിച്ച് വരുത്തുകയാണ്. ഇനി ഏട്ടൻ ഈ സർപ്രൈസ് കഴിഞ്ഞിട്ട് എന്താവും നോക്കാം. അയ്യോ ഞാൻ നിങ്ങളോട് സർപ്രൈസ് പറയാൻ വിട്ടോ. ആദ്യത്തെ സർപ്രൈസ് ഞാൻ തന്നെയാണ്. കാരണം ഞാൻ വരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ സർപ്രൈസ് ഞാൻ തന്നെ. രണ്ടാമത്തെ സർപ്രൈസ് പേട നിങ്ങൾ കണ്ടല്ലോ. മൂന്നാമത്തെ സർപ്രൈസും നിങ്ങൾ കണ്ടു, ടീഷർട്ട് മേടിക്കുന്നത്. നാലാമത്തത് ഞാനൊരു ലെറ്റർ കൊടുക്കാൻ വിചാരിച്ചു. അത് എൻ്റെ കൈയോട്ട് എഴുതി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സംഭവം വെച്ചിട്ടുള്ള സാധനം. പിന്നെ അഞ്ചാമത്തത് അതൊരു കേക്കാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ സ്പെഷ്യൽ ഡേ ഒന്നും കൂടി സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചത്. ഇനി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലേ. കരളിലൊരു കൂടൊരുക്കിയില്ലേ, നിന്നീലമിഴിക്കോണുകളിൽ കവിത കണ്ടില്ലേ, ഇന്നും നിന്നോർമ്മയിലെന്നോവുണരുമ്പോൾ മാഞ്ഞങ്ങ് പോകരുതേ വാർമഴവല്ലേ, മല്ലികപ്പൂ മണക്കും മാർഗഴിക്കാറ്റേ. കണ്ണ് കൂട്ടിട്ട് തന്നെ ഇരിക്കണേ. കൈ നീട്ട്. എന്നെ കൊല്ലാതെ തള്ളിപ്പോകാതെ ഇഷ്ടയോ? കൺമണി சொன்ன என் சொல்லில் இல்லை உண்மைகள் ஏனோ கோபங்கள் കണ്ണൂട്ട് കൈ ഇട്ട് തുറക്കരുത് കേട്ടാ. തുറക്കൂലല്ല. മദനന്തരല്ല
കംഫർട്ട് ചെയ്തൊക്കെ ഒരു ഗ്രീറ്റിംഗ് ഒരു എഴുതിയ മനസ്സിലാവുന്നു. എഴുതി കണ്ടോട്ടെ കയ്യിട്ട് തുറക്കരുതേ ലാസ്റ്റ് ഗിഫ്റ്റാണ്. ഇട്ട് വാ രസം ഉണ്ടാവോ എനിക്കറിയില്ല. എന്തോ പറയണ്ടല്ലോ. ഇത് ക്യാമറ ഓഫ് ചെയ്താലായിട്ട് സംസാരിക്കുള്ളൂ അതാണ് പറഞ്ഞത്. അപ്പോൾ ക്യാമറ ഓഫ് ചെയ്തായിട്ട് സംസാരിക്കാൻ നോക്കാം. സംസാരിക്കേട്ടാ. ഓക്കെ മീറ്റോ. ശരി അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കല്ലേ. ബൈ.